ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഒരു റെഗുലർ സ്ലീപ്പിലൊന്നും അല്ല പോകുന്നത്. തോന്നിയ സമയത്ത് എണീക്കും, തോന്നിയ സമയത്ത് കിടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. അതിന് ശേഷം നമ്മൾ ബെഡൊക്കെ സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ പുറത്ത് പോയിരിക്കും കേട്ടോ. എനിക്ക് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വീട്ടിൽ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരം പുറത്ത് പോയൊക്കെ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഓയിൽ അപ്ലൈ ചെയ്യുക. ഞാൻ വീട്ടിൽ വരുന്ന ടൈമിലാണ് ഇങ്ങനെ നമ്മുടെ നല്ല പ്രോപ്പറായിട്ട് ഓയിലിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു ഫേസ് പാക്ക് ഇട്ടു കേട്ടോ, ടാൻ റിമൂവലിനൊക്കെ പറ്റിയിട്ടുള്ള. അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുക ഫേസ് പാക്കിനെ പറ്റി. പിന്നെ അതൊന്ന് സെറ്റ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് വീടൊക്കെ അടിച്ചു വാരിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞാൽ അടിക്കലും തുടയ്ക്കലും ഒക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ വർക്കില്ലാത്ത സമയമാണെങ്കിലും ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും അടിച്ചു വാരൽ എൻ്റെ ഡ്യൂട്ടിയാണ്. അതിന് ശേഷം അമ്മേൻ്റെ ഫോണൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എന്ന് വെച്ചാൽ അധികം സാധനങ്ങളൊന്നുമില്ല, പക്ഷേ ഇല്ല സാധനങ്ങളാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഷൻ ബോർഡിൻ്റെ 2025 റിവിഷൻ ബോർഡിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. പിന്നെ 2026 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ പോയിട്ട് കുളിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും പഴമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല, എന്നാലും ഇന്ന് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു 1/2 കപ്പ് ചായ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും വിത്തൗട്ട് ഷുഗറാണ്. അതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എന്നുവെച്ചാൽ ക്ലീനിങ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ പഴയൊരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പഴയൊരു സ്കെച്ച് പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സ്കെച്ച് കളേഴ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് ബോക്സായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 9th സ്റ്റാൻഡേർഡ് വരെ ആ ബോക്സ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ഡോറബൂജിയുടെ ഒക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നൊസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ സ്കിൻ കെയർ ചെയ്യാൻ പോയി. ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഹോളിഡേയ്സിലൊക്കെ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ 9:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ പോയിട്ട് ഇനി പഠിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ കറക്റ്റ് 10 മണിയാകുമ്പോൾ ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ആ ഒരു പരിപാടിയിലായിരുന്നു. പിന്നെ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്യണം. എന്നാലേ ഞാൻ ബാക്കി കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ പോണ ഒരു ചാപ്റ്ററിൻ്റെ പകുതി. അപ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ ഒറ്റ സ്ട്രെച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. ചില ദിവസം എനിക്ക് ചില ചാപ്റ്റേഴ്സ് എനിക്ക് 1 വീക്കോളം എടുക്കും. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റെ മുന്നത്തെ ഞാനൊന്ന് റിവൈസ് ചെയ്യും കേട്ടോ. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടി എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടി എനിക്ക് മനസ്സിലാവുന്നത് പോലെ. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സിമ്പിളുള്ള ചാപ്റ്റർ അതായിട്ട് മാറാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ് കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ക്ലാസ് ടൈമിൽ ലെക്ചർ നോട്ട്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറില്ലേ. പിന്നെ പഠിച്ചപ്പോൾ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിശന്നപ്പോൾ. പിന്നെ വീണ്ടും ഞാൻ പഠിക്കാനിരുന്നു. പിന്നെ റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് നേരം കുറച്ച് തിയറിയാണ്, കുറച്ച് ഡ്രൈ തിയറിയാണ്. അപ്പോൾ ഡ്രൈ തിയറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഒരു നോട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറ് കേട്ടോ. അപ്പോൾ ഇക്വേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആ ഒരു മാർക്കിങ് ചെയ്ത് നമുക്ക്
പോവുമല്ലോ. അപ്പം ഡയഗ്രാംസ് അതേപോലെ ഡയഗ്രാംസിന് ചുറ്റും എന്തൊക്കെയോ സംഭവങ്ങളില്ലാത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ സ്റ്റിക്കി നോട്ടിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറ്. ആക്ച്വലി എൻ്റെ സ്റ്റിക്കി നോട്ട്സ് ഞാൻ ഹോസ്റ്റലിൽ വെച്ച് മറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോകുമ്പോൾ വേണം അതിലോട്ട് അത് എഴുതിയെടുത്ത് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുക. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പോയിൻറ്റ്സൊക്കെ അവിടെ ഇവിടെ എഴുതി വെക്കണം. ബെറ്റർ നമ്മളൊരു സ്റ്റിക്കി നോട്ട്സിലായിട്ട് അവിടെ ഒട്ടിക്കുകയാണ്. ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രേക്കിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചമ്മന്തി അരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം അതിന് ചമ്മന്തിയും സലാഡും ചിക്കൻ ഫ്രൈയും ഞാനാണ് ചെയ്യാറ്. അപ്പോൾ സാലഡിനുള്ള ഞാൻ അരിഞ്ഞു കൊടുത്തിട്ട് നേരെ അതിന് മുന്നേ ഞാൻ ചിക്കൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അന്ന് ഫിഷ് ബിരിയാണി ആയിരുന്നു. ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡും പിന്നെ ചമ്മന്തിയും അതേപോലെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കുറച്ച് നേരം എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് എഡിറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഒന്ന് തോരയിടാൻ വേണ്ടി ടെറസിൻ്റെ മേലെ പോയിട്ട് അപ്പോൾ അവിടെ കണ്ടപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിന് ശേഷം താഴെ വന്നിട്ട് കുറച്ച് നേരം നമ്മൾ ചെടിയൊക്കെ നനച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ച് പുതിയ ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നനച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആയി എൻ്റെ നെയിലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിലൊരു നെയിൽ മുറിഞ്ഞു പോയി, ബാക്കിയൊക്കെ കുഴപ്പമില്ലാതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്മസ് വൈബൊക്കെ ആയതുകൊണ്ട് ഞാൻ റെഡ് പിടിച്ചു കേട്ടോ. ആക്ച്വലി എൻ്റെ റൂം എനിക്ക് റെഡ് ക്രിസ്മസ് വൈബാക്കി മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. കാരണം എക്സാമിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയിട്ട് പഠിച്ചു. എന്നിട്ട് ഫുഡ് അയച്ചു. വീണ്ടും കുറച്ച് നേരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഏത് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതും എനിക്കൊന്നും കൂടി എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ പിന്നെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ എഡിറ്റിങ്ങിലോട്ട് ഇരുന്നു കേട്ടോ. ഈ എഡിറ്റിംഗാണ് ആക്ച്വലി എനിക്ക് കുറേ ടൈം എടുക്കണേ. അങ്ങനെ കുറച്ച് നേരം എഡിറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 12 മണിയായിട്ടോ. അപ്പോൾ പോയിട്ട് കിടന്നുറങ്ങി. പിന്നെ എന്നിട്ട് വീഡിയോ എടുക്കണ കാര്യം ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.